പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന അന്ന് മുതൽക്ക് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റാളുകളും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു ആവശ്യമാണ് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി ഈ വിഷയം ചർച്ച ചെയ്യണം, ചർച്ചയിലൂടെ വിഷയം പരിഹരിക്കണം എന്നുള്ളത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അവരുടെ ആവശ്യം കുറയുകയല്ല, അതിൻ്റെ ആവേശം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഉടനടി പാർലമെൻറ്റ് വിളിച്ചു കൂട്ടണം, സൈനിക നടപടികളുടെ വിശദാംശങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങളായി ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്, സർക്കാർ ഒളിച്ചോടരുത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു, എത്ര ടാങ്ക് നഷ്ടപ്പെട്ടു, എത്ര യുദ്ധക്കപ്പൽ നഷ്ടപ്പെട്ടു, എത്ര വെടിയുണ്ട ഉന്നം തെറ്റിപ്പോയി, എത്ര റോക്കറ്റുകൾ എങ്ങുമല്ലാതെ ചീറിപ്പോയി, എത്ര മിസൈലുകൾ ആളുകളുടെ മേൽ കൊണ്ടുപോയി, എത്ര മാറിപ്പോയി, ഇതിൻ്റെ വിശദവിവരങ്ങൾ കിട്ടണം. അത് വിശദവിവരം കിട്ടാതെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി അവരുടെ താല്പര്യപ്രകാരം AICC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന മല്ലികാർജുൻ ഖാർഗെയുമൊക്കെ നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോൺഗ്രസ്സുകാരായ ചില ആളുകൾ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ വർണ്ണിക്കാൻ പുറപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ആൾ ശശി തരൂരാണ്. മറ്റൊരാൾ മുൻ വിദേശകാര്യമന്ത്രി കൂടിയായിട്ടുള്ള സൽമാൻ ഖുർഷിദ്, പിന്നെ നമ്മുടെ മനീഷ് തിവാരി ഉണ്ട്. മറ്റു പാർട്ടികളിൽ നമുക്ക് ആളുകൾ പോയിരുന്നു. ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു CPMൽ നിന്ന്. പിന്നെ മുസ്ലിം മജ്ലിസിൻ്റെ അസദുദ്ദീൻ ഒവൈസി ഉണ്ടായിരുന്നു. സുപ്രിയ സുലെ NCPയിൽ നിന്ന്, DMKയിൽ നിന്ന് കനിമൊഴി. ഇങ്ങനെ വലിയ ഒരു സംഘത്തെ തിരഞ്ഞെടുത്ത് ഇവരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് വിമാനം കയറ്റി വിടുകയാണ് ചെയ്തത്. അവരൊക്കെ അവിടെ പോയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ആവർത്തിച്ചു. എന്നിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. ഇത് കഴിഞ്ഞ് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങിയപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യല്ലാതെ വേറെ മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ നരേന്ദ്രമോദി ശരി എന്നാൽ സഭയിൽ ചർച്ച ചെയ്ത് കളയാം എന്ന് പറഞ്ഞു. ഈ സഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വേറൊരു വൃത്തികേട് കൂടി കാണിച്ചു. അതെന്താ വെച്ചാൽ ഈ സഭയിൽ ചർച്ച ചെയ്ത് ഈ വിഷയത്തിലൊരു തീരുമാനം ആകട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയല്ല ഇത്. ആ സമയത്ത് തന്നെ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട ഒരു സൈനിക നടപടി നടത്തി. ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് സൂത്രധാരനായിരുന്ന ഒരാൾ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയെ വെടിവെച്ചു. കൂടെ വേറെ രണ്ടുപേരും കൂടി പരലോകത്തേക്ക് വിട്ടു. ഇവർ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധമുള്ളവരാണോ, അതോ വെറും സാധുക്കളാണോ, മനുഷ്യാവകാശ പ്രവർത്തകരാണോ, അതോ പൊതുതാൽപര്യ വ്യവഹാരക്കാരാണോ, അത് വെറും വഴിപോക്കരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഇവർ തീവ്രവാദികളായിരുന്നു, ഇവരാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്, അവരെ നമ്മൾ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയായിരുന്നു, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ തട്ടിക്കളഞ്ഞു എന്നാണ്. പക്ഷേ കോൺഗ്രസ് അത് സമ്മതിക്കാൻ തയ്യാറില്ല. കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ പ്രതികളായ ആളുകളെ അറസ്റ്റ് ചെയ്യണം, അവരെ പാകിസ്ഥാനിൽ പോയിട്ട് അറസ്റ്റ് ചെയ്യണം, അല്ല ജമ്മു കാശ്മീരിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ പോയി അറസ്റ്റ് ചെയ്യണം. അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വിചാരണ ചെയ്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി സംശയാതീതമായി തെളിഞ്ഞതിന് ശേഷം, അതിൻ്റെ അപ്പീലും തള്ളിയതിന് ശേഷം, സുപ്രീം കോടതി ഹർജിയും തള്ളിയതിന് ശേഷം, രാഷ്ട്രപതിക്ക് ദയാഹർജിയും തള്ളിയതിന് ശേഷം, പിന്നെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെ തൂക്കിലേറ്റുകയോ അല്ലെങ്കിൽ തടവിലിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവൂ എന്നുള്ളതാണ്. അപ്പോൾ റൂൾ ഓഫ് ലോ നടപ്പാക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറയുന്നത് അങ്ങനെ റൂൾ ഓഫ് ലോ എന്ന് ഇതിൽ വലിയ ബാധകമല്ല. ഇതുപോലെയുള്ള പോക്രികളെ എവിടെ വെച്ച് കാണണം അവിടെ വെച്ച് തടണം. ഇതാണ് നമ്മുടെ നയം, ഇതാണ് നമ്മുടെ സമീപനം എന്നാണ്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഭരണഘടന അനുസൃതമായിട്ട് റൂൾ ഓഫ് ലോ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന കോൺഗ്രസിൻ്റെ വാശി, മറുഭാഗത്ത് റൂൾ ഓഫ് ലോ ഞങ്ങൾക്ക് പുല്ലാണ്, സംശയമുള്ളവനെ തട്ടിക്കളയാന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം എന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ശാഠ്യം. ഇത്ര പ്രശ്നമുള്ളൂ. നമ്മൾ ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായത് ഓർമ്മയില്ലേ? ആ സമയത്ത് കോൺഗ്രസ്സുകാർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു ആകെ അജ്മൽ കസബിനെ മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി 9 പേരും വെടിയേറ്റ് മരിച്ചു. കസബിനെ വിചാരണ ചെയ്തു, കുറ്റക്കാരനെന്ന് കണ്ടെത്തി തൂക്കിക്കൊന്നു. കസബ് അല്ലാതെ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചു. ഒരാളെ അറസ്റ്റ് ചെയ്തു, പക്ഷേ അയാളെ കോടതി വെറുതെ വിട്ടു. അതിനുവേണ്ടി പാകിസ്ഥാനിൽ പോകാനോ തീവ്രവാദികളെ കണ്ടുപിടിക്കാനോ ഒന്നും സർക്കാർ ബുദ്ധിമുട്ടിയില്ല. കാരണം റൂൾ ഓഫ് ലോ അനുസരിച്ച് മാത്രമേ കോൺഗ്രസ്സിന് പ്രവർത്തിക്കാൻ പറ്റൂ. ഇത് മാത്രമല്ലല്ലോ, നമ്മുടെ രാജീവ് ഗാന്ധിയെ ബോംബ് പൊട്ടിച്ച് വന്നപ്പോൾ എന്താ സംഭവിച്ചു? കൈ കിട്ടിയ ആളുകളെ കോടതിയിൽ വിചാരണ ചെയ്തു. അവർ അവസാനം വന്നപ്പോൾ മൂട്ടിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് പോയി. വേലുപ്പിള്ള പ്രഭാകരനെ കൊല്ലുന്ന ഉത്തരവാദിത്വം ശ്രീലങ്ക ഗവൺമെൻറ് വളരെ കാലങ്ങൾക്ക് ശേഷം നിറവേറ്റേണ്ടതായിട്ട് വന്നു. അവർക്ക് റൂൾ ഓഫ് ലോ ബാധകമല്ലാത്തതുകൊണ്ട് പ്രഭാകരനെ, ഭാര്യ, പീക്കറി പിള്ളേരെ വരെ വെടിവെച്ചു.
ഈ തമിഴ് പുലികൾ എന്ന് പറഞ്ഞ വിഭാഗത്തെ നമുക്കിപ്പോൾ മൃഗശാലയിൽ ആയാൽ പോലും കാണാൻ പറ്റിയില്ല. ആ വിഭാഗത്തെ പരിപൂർണമായിട്ടും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റി. അതാണ് ശ്രീലങ്കക്കാരുടെ റൂൾ ഓഫ് ലോ. അവർ കാരണം ബുദ്ധമതക്കാരാണ്. അഹിംസവോ പരമോധർമ്മ എന്നാണ് ബുദ്ധഭഗവാൻ ലങ്കക്കാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഈ തമിഴ് പുലികളെ ഈ നാട്ടിൽ വച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഇവിടെ റൂൾ ഓഫ് ലോ ആയ കാരണമാണ് ഈ കാര്യങ്ങളൊക്കെ ഇതുപോലെ നടക്കുന്നത്. അതുപോട്ടെ, ഞാൻ പറയാൻ വന്നത് ഈ വിഷയങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് ആളുകളുമൊക്കെ പാർലമെൻറ്റിൽ ശക്തമായിട്ട് ഉന്നയിച്ചു. അതിനൊക്കെ അതിശക്തമായ രീതിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും മറുപടിയും പറഞ്ഞു. ഈ അമിത്ഷായുടെ മറുപടി കേട്ടപ്പോൾ ബി ജെ പിക്കാരായ ആളുകൾക്കൊക്കെ രോമാഞ്ചം ഉണ്ടാവുകയും അവർ ഡെസ്കിലടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത് അവരുടെ പാർട്ടി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അതുപോലെ അമിത്ഷായോ ഇതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ബി ജെ പി അംഗങ്ങളെല്ലാവരും തന്നെ ഡെസ്കിലടിക്കണം. ഘടകകക്ഷികളുടെ നേതാക്കന്മാർക്കും വിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഡെസ്കിലടിക്കണം എന്നുള്ളത്. അവർ ഡെസ്കിലടിച്ചാൽ അവരുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാവും. പക്ഷേ നമ്മുടെ ശശി തരൂർ അദ്ദേഹം വലിയൊരു വാഗ്മിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി ഈ അമിത്ഷായുടെ പ്രസംഗം കേട്ട് കോരിത്തരിച്ച് ആ മേശപ്പുറത്ത് അടിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ CPM-കാർ അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ശശി തരൂർ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് മേശപ്പുറത്ത് അടിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് അമിത്ഷായുടെ പ്രസംഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി കൈയടിച്ചു. ഇതുപോലെ തന്നെ കോരിത്തരിപ്പുണ്ടായ വേറൊരാളാണ് മനീഷ് തിവാരി. ഈ തിവാരിക്കും ഇതുപോലെ കോരിത്തരിപ്പുണ്ടായി. പക്ഷേ പുള്ളി പ്രസംഗിക്കാനൊരു അവസരം ചോദിച്ചു കോൺഗ്രസ് പാർട്ടിയോട്. അപ്പോൾ പാർട്ടി നേതാവ് പറഞ്ഞു, താൻ പ്രസംഗിക്കട്ട, തന്നെക്കാൾ നല്ല പ്രസംഗക്കാരി ഈ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് അവസരം നഷ്ടപ്പെട്ടു. ശശി തരൂരിനോട് പ്രസംഗിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ട, എനിക്ക് തൊണ്ടയടപ്പുണ്ട്, തൊണ്ടയിൽ കിച്ച് കിച്ച് ഉള്ളതുകൊണ്ട് പ്രസംഗിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് പുള്ളി ഒഴിവായി. അതിന് ശേഷമാണ് ഈ തരവഴി കാണിച്ചത്, അത് ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഈ മനീഷ് തിവാരി മോശക്കാരനൊന്നുമല്ല. പുള്ളി ഈ പൂർബ് ഔർ പശ്ചിം എന്ന് പറഞ്ഞ പഴയ ഒരു ദേശാഭിമാന ചിത്രമുണ്ട്. ഈ ദേശാഭിമാന പടത്തിൽ നിന്നുള്ള ചില ഡയലോഗുകളോ ഏതോ ഗാനത്തിൻ്റെ വരികളോ ഒക്കെ ആ എക്സിൽ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകരെ സംതൃപ്തരാക്കി. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കന്നം തിരിവ് കാണിച്ചു എന്നുള്ള അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ റൂൾ ഓഫ് ലോയിലുള്ള വിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും തോറ്റാലും അല്ലെങ്കിൽ ദേശാഭിമാനത്തിന് എതിരെ പ്രവർത്തിച്ചാലും ഇവരെ പാകിസ്ഥാൻ ചാരന്മാരെന്ന് ആരെങ്കിലും വിളിച്ചാലും രാഹുൽ ഗാന്ധിക്ക് നിഷാൻ എ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചാലും കോൺഗ്രസ്സുകാർ നിലപാടിൽ നിന്നും മാറ്റം വരുത്തുകയില്ല. അവർ റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കും. അതുകൊണ്ട് എന്ത് കാര്യവും നിയമാനുസൃതം മാത്രമേ ചെയ്യാവൂ എന്നാണ് പാർട്ടിയുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഇനി പാർട്ടി മുറുകെ പിടിക്കും. കാരണം കോൺഗ്രസ്സുകാരാണ് ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കിയത്. BJP-കാരോ CPM-കാരോ CPI-കാരോ ശിവസേനക്കാരോ ഒന്നുമല്ല. അപ്പോൾ കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ഭരണഘടനയോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ഭരണഘടനയാൽ സ്ഥാപിതമായ മറ്റ് നിയമങ്ങളെക്കുറിച്ചും വലിയ ബഹുമാനമുണ്ട്. നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഏതൊരു കോൺഗ്രസ്സുകാരൻ്റെ ചരിത്രപരമായ രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിഹസിക്കേണ്ടവർക്ക് പരിഹസിക്കാം, കുറ്റപ്പെടുത്തേണ്ടവർക്ക് കുറ്റപ്പെടുത്താം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിൻ്റെ നയ സമീപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അതാണ് കോൺഗ്രസ്. ജയ് കോൺഗ്രസ്, ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.